റഷ്യയും നാറ്റോയും തമ്മിലുള്ള ദശാബ്ദങ്ങളായുള്ള ശീതയുദ്ധം പുതിയതും കൂടുതൽ അപകടകരവുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റഷ്യൻ സൈനിക ജെറ്റുകൾ നാറ്റോ അംഗരാജ്യങ്ങളുടെ വ്യോമ അതിർത്തികൾ തുടർച്ചയായി ലംഘിക്കുന്ന വാർത്തകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ആശങ്കകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ എസ്റ്റോണിയയുടെ വ്യോമ അതിർത്തിയിൽ 3 റഷ്യൻ സൈനിക ജെറ്റുകൾ 12 മിനിറ്റോളം കടന്നു കയറിയതായി എസ്റ്റോണിയൻ സർക്കാർ അറിയിച്ചു. ഈ നടപടി അവർ മുമ്പെങ്ങുമില്ലാത്ത വിധം ധിക്കാരപരമാണെന്നാണ് വിശേഷിപ്പിച്ചത്. റഷ്യയുടെ ഈ പ്രകോപനപരമായ നീക്കങ്ങൾ യാദൃച്ഛികമല്ല, മറിച്ച് നാറ്റോ സഖ്യത്തിന്റെ പ്രതികരണശേഷി പരീക്ഷിക്കാനും സ്വന്തം സൈനികാധിപത്യം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തന്ത്രമാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നും അടുത്തിടെയായി ഉണ്ടായിട്ടുള്ള നിരവധി സൈനിക നീക്കങ്ങളിൽ ഏറ്റവും പുതിയതാണ് എസ്റ്റോണിയൻ അതിർത്തി ലംഘനം. യുക്രൈൻ യുദ്ധം കാരണം സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയുടെ നീക്കങ്ങൾ കൂടുതൽ ഗൗരവത്തോടെയാണ് നാറ്റോ കാണുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 9-10 തീയതികളിൽ 20-ലധികം റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചത് നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു. ഇതേ സമയം തന്നെ 2 റഷ്യൻ ജെറ്റുകൾ ബാൾട്ടിക് കടലിലെ പെട്രോ ബൾട്ടിക് ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷാ മേഖല ലംഘിച്ചതായും പോളിഷ് അധികൃതർ അറിയിച്ചു.